ഹലോ ഗായ്സ്, ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 മാങ്ങാപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയും മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ, മൂവാണ്ടൻ മാമ്പഴമാണ്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് മൺപാത്രം അടുപ്പത്ത് വെച്ച് ഒരു 3 മാങ്ങാപ്പഴവും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഒരു 4 പച്ചമുളകും ശർക്കര ഒരു 4 ടീസ്പൂൺ പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പകുതി വേവിൽ തന്നെ നമ്മൾ അരച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ തന്നെ തൈര് ഒഴിച്ച് മിക്സാക്കി അടിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മയത്തിൽ അരച്ചെടുക്കാം മിക്സിയിൽ. ആ അരപ്പ് മാമ്പഴം പകുതി വേവിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. പാകത്തിന് വെള്ളം കൂടെ ചേർത്തി കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഞാൻ ആദ്യം വേവുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഏതായാലും അത്യാവശ്യം കുറുകി വരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വിധം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒരു തിള വന്നത് നമ്മൾ ഇറക്കി വയ്ക്കാവുന്നതാണ്. കുറുകി വരും കേട്ടോ. അപ്പം അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താളിപ്പിനായിട്ട് അടുപ്പത്ത് ഞാൻ ഫാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് പുളിശ്ശേരിക്ക്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് പൊട്ടി വന്നതും അതിലേക്ക് വറ്റൽമുളക് 4 എണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2ആയി മുറിച്ചിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മാമ്പഴ സീസണല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ് ഉൾപ്പെടുത്തിയിരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.